ഗ്യാസ്ട്രിക് പെയിനും ചെസ്റ്റ് പെയിനും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല പേഷ്യൻസും ഗ്യാസ്ട്രിക് പെയിൻ ആണെന്ന് കരുതി ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിച്ച് ചെസ്റ്റ് പെയിൻ അവോയ്ഡ് ചെയ്യാൻ അത് പിന്നെ വഷളായി ഹാർട്ട് അറ്റാക്ക് ആവാനും ചിലപ്പോൾ ചില രോഗികളിൽ ഡെത്ത് വരെ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന്. ചെസ്റ്റ് പെയിൻ കൂടുതലും ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുന്നത്. അത് അസഹനീയമായ വേദന, എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു വെയിറ്റ് എടുത്ത് വെച്ച പോലത്തെ വേദനയാണ് ഉണ്ടാവുന്നത്. അതിനൊപ്പം തന്നെ അത് ലെഫ്റ്റ് കൈയിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. അതോടെ നമ്മുടെ താടി ഭാഗത്ത്, ലെഫ്റ്റ് തോളിലോട്ട്, പുറം ഭാഗത്ത് ഇത് കണ്ടിന്യൂസ് പെയിൻ ആയിരിക്കും. ഇങ്ങനെ ചെസ്റ്റ് പെയിൻ വരുന്ന പേഷ്യൻസിന് നടക്കുമ്പോൾ ഈ വേദന കൂടുകയും വിട്ട് വരുന്ന ടൈപ്പ് പെയിൻ ആയിരിക്കും കൂടുതലും കണ്ടുവരുന്നത്. ഇവർക്ക് കിതപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്, അമിതമായി വിയർക്കാൻ സാധ്യതയുണ്ട്, നെഞ്ചിടിപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഈ ടൈപ്പ് പെയിൻ ആണ് കൂടുതലും ചെസ്റ്റ് പെയിനിൽ കണ്ടുവരുന്നത്. എന്നാൽ ഗ്യാസ്ട്രിക് പെയിൻ ഇങ്ങനെയല്ല. അത് റെസ്റ്റ് എടുത്താലും ഈ ടൈപ്പ് പെയിൻ മാറില്ല. അതുമല്ല, അത് കൂടുതലും കണ്ടുവരുന്നത് വയറിന്റെ സെൻട്രൽ ഭാഗത്താണ് ഈ ടൈപ്പ് പെയിൻ ഉണ്ടാവുക.